Hello students, അപ്പോൾ നമുക്ക് next problem നോക്കാം. Find the moment of inertia about the z-axis of the homogeneous solid bounded between the spheres x square plus y square plus z square equal to a square and x square plus y square plus z square equal to b square where a is less than b. അപ്പോൾ ഇവിടെ മൊമെന്റ് ഓഫ് ഇനേഷ്യയുടെ ഫോർമുല അറിയണം. ഈ പ്രോബ്ലം മൊത്തത്തിൽ അങ്ങോട്ട് പഠിച്ചു വെക്കുക കേട്ടോ. മിക്കവാറും ഇതിലേക്ക് വർക്ക് ഔട്ട് മാത്രമേ ചോദിക്കുകയുള്ളൂ. അപ്പോൾ ഈ പറഞ്ഞു തന്നിരിക്കുന്ന എല്ലാ പ്രോബ്ലവും എല്ലാത്തിനും ഓരോ പ്രത്യേകതകളുണ്ട്. മുഴുവൻ 3Dയിൽ വരുന്ന മുഴുവൻ കാര്യങ്ങളും നമ്മൾ പഠിക്കുന്നില്ല. ഇൻ ബിറ്റ്വീനിൽ വരുന്ന കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് അതാത് പ്രോബ്ലം എഴുതി പഠിച്ചു വെക്കുക കേട്ടോ. വർക്ക് ഔട്ട് പ്രോബ്ലംസ് എല്ലാം എഴുതി പഠിച്ചു വെക്കുക. അപ്പോൾ ഇതും പ്രത്യേകം ഓർത്തിരിക്കുക. അപ്പോൾ ഇവിടെ മൊമെന്റ് ഓഫ് ഇനേഷ്യ കണ്ടുപിടിക്കാനായിട്ട് ആദ്യം ഡെൻസിറ്റി സെലക്ട് ചെയ്യണം. അപ്പോൾ ഡെൽറ്റ is equal to കെ എന്ന് എടുത്തിട്ടുണ്ട്, കോൺസ്റ്റൻ്റ് ആയിട്ട് എടുത്തിട്ടുണ്ട്. ആൻഡ് ഐസെഡ് എബൌട്ട് സെഡ് ആയതുകൊണ്ടാണ് ഐസെഡ് എന്ന് എടുത്തിരിക്കുന്നത്. ടി ട്രിപ്പിൾ ഇൻ്റഗ്രൽ ഓവർ ഡി എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ കെ ഡി വി എന്നാണ് ഫോർമുല വരുന്നത്. ഇത് ബൈ ഹാർട്ട് ഓർത്ത് വയ്ക്കുക കേട്ടോ ഫോർമുല. അപ്പോൾ ഇവിടെ നമുക്ക് എക്സും വൈ ഒന്നും പറ്റില്ല. അതിനെയൊക്കെ റോ ഫൈ തീറ്റയിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ നമുക്കറിയാവുന്ന റിലേഷൻസ് നോക്കാം. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു റോ സ്ക്വയർ സൈൻ ഫൈ ആണെന്ന് അറിയാം. അതുപോലെ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ ഈക്വൽ ടു റോ സ്ക്വയർ ആണ് എന്നുള്ളത് പറയാം. അത് റിലേഷൻസ് പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചിരിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ ഈക്വൽ ടു റോ സ്ക്വയർ ആണ് നമ്മുടെ ഇവിടുത്തെ സിലിണ്ടർ പറഞ്ഞിരിക്കുന്നത്. സിലിണ്ടേഴ്സ് രണ്ട് സ്പിയേഴ്സ് പറഞ്ഞിരിക്കുന്നത് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയറിനും എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ ഈക്വൽ ടു ബി സ്ക്വയറിനുമാണ്. എ ലെസ് ദാൻ ബി എന്നുള്ള രീതിയിൽ. അപ്പോൾ അതാ നോക്കി നോക്കൂ, ഇതാണ് വലിയ സ്പിയർ ഈ ഔട്ടറിൽ കാണിച്ചിരിക്കുന്നത്, ചെറിയ സ്പിയർ ഇത്. അപ്പോൾ ഇവിടെ എ ആണ് റേഡിയസ്, ഇത് വലുതിൻ്റെ ബി ആണ് റേഡിയസ്. നമുക്ക് ഇതിൻ്റെ ഇൻ ബിറ്റ്വീനിൽ വരുന്ന ഈ ലൈറ്റ് ഷെയ്ഡ് കളറിലുള്ള ഭാഗത്തിൻ്റെയാണ് മൊമെന്റ് ഓഫ് ഇനേഷ്യ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ ഇതിലേക്ക് കൊണ്ടുവരുമ്പോൾ നമ്മുടെ ഈ ഫോമിലേക്ക് മാറ്റുമ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്നുള്ളതിന് പകരം നമ്മൾ റോ സ്ക്വയർ സൈൻ ഫൈ എന്നുള്ളത് കൊടുക്കണം. അത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കെ കോൺസ്റ്റൻ്റ് ആണ്, അത് അങ്ങനെ തന്നെ എഴുതാം. അത് പുറത്തേക്ക് ഔട്ട് സൈഡിലേക്ക് എഴുതിയിട്ടുണ്ട്. പിന്നെ ഡി വി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം റോ സ്ക്വയർ സൈൻ ഫൈ ഡി റോ ഡി ഫൈ ഡി തീറ്റയാണ്, അതും എഴുതിയിട്ടുണ്ട്. പിന്നെ നമുക്കറിയേണ്ടത് ആദ്യം റോയുടെ വാരിയേഷൻ, പിന്നെ ഫൈൻ്റെ വാരിയേഷൻ, പിന്നെ തീറ്റയുടെ വാരിയേഷൻ, ഇതൊക്കെ എങ്ങനെ വന്നു എന്നുള്ളതാണ്. അപ്പോൾ അതെങ്ങനെ വന്നു എന്നുള്ളത് നോക്കാം. നമുക്കറിയാം റോയുടെ വാരിയേഷൻ, റോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒറിജിനിൽ നിന്ന് ഇവിടെ വരെയുള്ള ഈ ഡിസ്റ്റൻസ് ആണ് അല്ലേ, ഇതിൻ്റെ ഈ ഡിസ്റ്റൻസ് ആണ്. അത് ഈ ഇൻ ബിറ്റ്വീനിലുള്ള പോർഷൻ ആയതുകൊണ്ട് നമുക്കറിയാം ഇത് എ എന്നുള്ള പോയിന്റും ഇവിടെ ബി എന്നുള്ള പോയിന്റുമാണ്. അപ്പോൾ റോ വാരി ചെയ്യുന്നത് എ ടു ബി ആണ്. അപ്പോൾ റോയുടെ വാരിയേഷൻ എ ടു ബി എന്നുള്ളത് കൊടുക്കാം. ഇനി നമുക്ക് ഫൈയുടെ വാരിയേഷൻ ആണ് വേണ്ടത്. ഫൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ റോയുടെ ഇവിടെ നിന്ന് ഇപ്പോൾ ഒരു പോയിൻ്റായിട്ട് നമ്മൾ സെലക്ട് ചെയ്യണമെങ്കിൽ ഈ ഒരു പോയിന്റിൽ നിന്ന് ഈ സെഡ് ആക്സിസുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളാണ്. അപ്പോൾ ഈ മൊത്തം സ്പിയർ എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ആംഗിൾ എടുക്കുമ്പോൾ ഇവിടെ മുതൽ ഇവിടെ വരെ വരുന്നുണ്ട് സ്പിയർ അല്ലേ. ഇവിടെ മുതൽ ഇവിടെ വരെ പോസിറ്റീവ് സൈഡ് മാത്രം നോക്കിയാൽ മതി കേട്ടോ. ഇവിടെ മുതൽ ഇവിടെ വരെ വരുന്നുണ്ട്. പോസിറ്റീവ് സൈഡ് മീൻസ് ഈ ഒരു സൈഡ് മാത്രം നോക്കിയാൽ മതി, സ്പിയർ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് വാരിയേഷൻ സെഡ് ഈക്വൽ ടു 0 മുതൽ സെഡ് ഈക്വൽ ടു പൈ വരെ വരുന്നുണ്ട്. സെഡ് ഈക്വൽ ടു 0 ടു പൈ വരെ വാരിയേഷൻ വരുന്നുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് തീറ്റയുടെ വാരിയേഷൻ. തീറ്റയുടെ വാരിയേഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഭാഗം നമ്മൾ എക്സ് വൈ പ്ലെയിനിലേക്ക് പ്രൊജക്റ്റ് ചെയ്യുക. എക്സ് വൈ പ്ലെയിനിലേക്ക് പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുണ്ടാവുക ഒരു സർക്കിൾ ആയിരിക്കും. അപ്പോൾ സർക്കിളിൻ്റെ വാരിയേഷൻ, ആ ആംഗിൾ വാരിയേഷനാണ് നമുക്ക് വേണ്ടത്. സർക്കിളിൻ്റെ ആംഗിൾ വാരിയേഷൻ തീറ്റ വാരിയേസ് ഫ്രം 0 ടു 2π ആണ് അല്ലേ. അപ്പോൾ തീറ്റയുടെ വാരിയേഷൻ 0 ടു 2π ആണ് വരിക. ദെൻ ആദ്യം റോ കൊണ്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുക, പിന്നെ ഫൈ കൊണ്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുക, പിന്നെ തീറ്റ കൊണ്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുക. അപ്പോൾ റോയുടെ ടേംസ് ഒക്കെ എഴുതിയാൽ റോ റേസ് ടു 4 ആണ് വരിക. റോ റേസ് ടു 4 ഡി റോ എടുക്കുക. ബാക്കിയെല്ലാം കോൺസ്റ്റൻ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യുക. അപ്പോൾ റോ റേസ് ടു 5/5 വിത്തിൻ ദ ലിമിറ്റ് എ ടു ബി വരും. ഈ സൈൻ ക്യൂബ് 5 കോൺസ്റ്റൻ്റ് ആയിട്ട് പുറത്തേക്ക് എഴുതിക്കോട്ടോ, അത് അവിടെ എഴുതുന്നില്ല, കോൺസ്റ്റൻ്റ് ആയിട്ട് എടുത്താൽ മതി. അപ്പോൾ ഇത് ലിമിറ്റൊക്കെ കൊടുത്ത് വരുമ്പോൾ നമുക്ക് ഇതാണ് കിട്ടുക. ബി റേസ് ടു 5 - എ റേസ് ടു 5 ഒരു /5 പുറത്തേക്ക് പോരും. അതും കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് ഔട്ട് സൈഡ് എടുത്തു. അടുത്തത് നമുക്ക് 5 വെച്ചിട്ടാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. 5 വെച്ച് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ സൈൻ ക്യൂബ് 5 ആണ് അവിടെ ഉള്ള ടേം. സൈൻ ക്യൂബ് ഫൈനെ സൈൻ സ്ക്വയർ 5 സൈൻ 5 എന്ന് എഴുതിയിട്ട് സൈൻ സ്ക്വയർ 5നെ വീണ്ടും 1 - കോസ് സ്ക്വയർ 5 എന്ന് എഴുതിയിട്ടാണ് ഇൻ്റഗ്രേഷൻ എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് ചെയ്തിരിക്കുന്നതാണ്. 1 - കോസ് സ്ക്വയർ 5 സൈൻ 5 ഡി തീറ്റ എന്ന് എഴുതും. പിന്നെ ഇതിന് നമുക്ക് അപ്പോൾ ഇതിന് ഇൻ്റഗ്രേറ്റ് ചെയ്യാനായിട്ട് ആദ്യം
ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാം. പിന്നെ ഇത് സബ്സ്റ്റിറ്റ്യൂഷനൊക്കെ കൊടുക്കാമല്ലോ, യു സ്ക്വയർ എന്നുള്ള സബ്സ്റ്റിറ്റ്യൂഷനൊക്കെ യു എന്നൊക്കെ കൊടുത്താൽ അതിൻ്റെ ഡെറിവേറ്റീവ് ഇവിടെ എടുക്കുന്നുണ്ടല്ലോ, അത് നിങ്ങൾ ഇൻ്റഗ്രേറ്റ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമുക്കിതിനെ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ sin phi മൈനസ് കോസ് സ്ക്വയേർഡ് ഫൈ sin phi എന്ന് വരും. sin phiയുടെ ഇൻ്റഗ്രൽ മൈനസ് കോസ് ഫൈ എഴുതാൻ പറ്റും. കോസ് സ്ക്വയേർഡ് ഫൈ sin phi എന്നുള്ളതിൽ കോസിന് യു എന്ന് കൊടുത്താൽ നമുക്കതിൻ്റെ ഡെറിവേറ്റീവ് sin phi d phi അവിടെ കിട്ടും. അപ്പോൾ ഇത് u ക്യൂബ് ബൈ 3 വരും. അപ്പോൾ കോസ് ക്യൂബ് 5/3 എന്ന് വരും. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് യൂസ് ചെയ്ത് രണ്ടാമത്തെ ഇൻ്റഗ്രൽ അങ്ങനെ ചെയ്താൽ മതി കേട്ടോ. അങ്ങനെയാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. ദാറ്റ് ഈസ് വിത്തിൻ ദ ലിമിറ്റ് 0 to 5 പൈ എന്നുള്ളത് കൊടുക്കുക. ഡി തീറ്റയാണ് പിന്നെ ബാക്കിയുള്ളത്. അപ്പോൾ ഇതിന് ലിമിറ്റൊക്കെ കൊടുത്ത് ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കി ഉള്ളതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. പുറത്തേക്ക് എടുക്കാനുള്ളതൊക്കെ പുറത്തേക്ക് എടുത്തു, കോൺസ്റ്റൻ്റൊക്കെ പുറത്തേക്ക് എടുത്തു. പിന്നെ ബാക്കി ഉണ്ടാവുക വിത്ത് റെസ്പെക്ട് ടു തീറ്റ വരുന്ന ഇൻ്റഗ്രേഷനാണ്. അപ്പോൾ ഇൻ്റഗ്രൽ 0 to 2 പൈ ഡി തീറ്റ, അതും ഇൻ്റഗ്രേറ്റ് ചെയ്ത് ലിമിറ്റൊക്കെ കൊടുത്ത് ഫൈനൽ ആൻസറിലേക്ക് എത്തിക്കാം. അപ്പോൾ ഇവിടെ സിമ്പിൾ ഇൻ്റഗ്രേഷനാണ് വരുന്നത്. അത് നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അതിൻ്റെ മെത്തേഡ്സ് 1-2 സ്റ്റെപ്പുകൾ സ്കിപ്പ് ചെയ്തിട്ടാണ് ഇതിൽ എഴുതിയിരിക്കുന്നത്. ആ സ്റ്റെപ്പുകൾ നിങ്ങൾ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. എന്താ ചെയ്യേണ്ടതെന്നുള്ളത് ഇപ്പോൾ ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആ പറഞ്ഞു തരുന്ന പോലെ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ അത് കിട്ടിക്കോളും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് പ്രോബ്ലംസ്, വർക്ക്ഡ് ഔട്ട് പ്രോബ്ലംസ് വരുന്നത്. ഇനി എക്സസൈസിൽ പ്രോബ്ലംസ് ഉണ്ട്. അത് ഡയറക്റ്റ് ലിമിറ്റൊക്കെ തന്നിട്ടുള്ള പ്രോബ്ലംസ് ആണ്. അത് നമുക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടില്ല, നമ്മൾ നേരിട്ട് ചെയ്തു പൊക്കോളും. ലിമിറ്റ് കണ്ടുപിടിക്കേണ്ടി വരുമ്പോഴാണ് നമുക്കൊരു പ്രശ്നം അവിടെ വരുന്നത്. അപ്പോൾ അങ്ങനത്തെ പ്രോബ്ലംസ് എക്സസൈസിൽ കുറവാണ് അല്ലേ, അധികം ലിമിറ്റ് തന്നിട്ടുള്ള പ്രോബ്ലംസ് ആണ്. അപ്പോൾ ആ വർക്ക്ഡ് ഔട്ട് പ്രോബ്ലംസ് നന്നായിട്ട് പഠിക്കാം കേട്ടോ ഈ ഭാഗത്തുനിന്ന്. ഓക്കെ.